443 മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കുടജാദ്രി. കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം കുടജാദ്രിയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുടജാദ്രിയെ പ്രകൃതി പൈതൃക സ്ഥലമായി കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടക സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന 13ാമത്തെ കൊടുമുടിയാണിത്. മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മഞ്ഞു മൂടിക്കിടക്കുന്നു. മല കയറുന്ന സാഹസികർക്കായി ഒരു ഉത്തമ സ്ഥലമാണ് കുടജാദ്രി. കുടജാദ്രിയിൽ എത്തിച്ചേരാൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്ന് റോഡ് മാർഗം. ഇത് ഏകദേശം 40 കിലോമീറ്ററോളം വരും. ജീപ്പാണ് പ്രധാന വാഹനം. ജീപ്പുകാർ 350 രൂപയോളം ഇതിനായി വാങ്ങാറുണ്ട്. രണ്ടാമതായി ഉള്ളത് വനപാതയാണ്. സീസണിൽ ഇതുവഴി ധാരാളം കാൽനടയാത്രക്കാരുണ്ടാകും. കൊല്ലൂരിൽ നിന്നും ഷിമോഗയ്ക്കുള്ള വഴിയിൽ ഏകദേശം 8 കിലോമീറ്ററോളം ബസ്സിൽ യാത്ര ചെയ്താൽ വനപാതയുടെ തുടക്കമാവും. അവിടെ നിന്നും ഏകദേശം 4-5 മണിക്കൂർ കൊണ്ട് കുടജാദ്രിയുടെ നെറുകയിലെത്താം. പ്രകൃതിരമണീയമായ അംബാവനം ഏവരെയും ആനന്ദഭരിതരാക്കും. കാനനമധ്യത്തിൽ മാറിപ്പാർത്ത മലയാളി കുടുംബങ്ങളുള്ള ഒരു ചെറിയ ഗ്രാമമുണ്ട്. ഇവിടെ വഴിയരികിലെ ഒരേ ഒരു വിശ്രമ കേന്ദ്രം ഈ ഗ്രാമത്തിലെ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ ചായക്കടയാണ്. വൈവിധ്യമാർന്ന വൃക്ഷങ്ങളും ചെങ്കൂത്തായ മലനിരകളും തികച്ചും നയനാനന്ദകരമാണ്. ഹിഡുമനി വെള്ളച്ചാട്ടം വഴി കുടജാദ്രിയിലേക്കൊരു കാനന സാഹസിക പാതയുണ്ട്. ഇവ കുത്തനെയുള്ളതും അപകടം നിറഞ്ഞതുമാണ്. കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം കുടജാദ്രിയുടെ താഴ്വരയിലാണ്. കുടജാദ്രി ഗ്രാമത്തിലെ ആദി മൂകാംബിക ക്ഷേത്രം ശ്രീ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമായി കരുതപ്പെടുന്നു. ശ്രീ ഭദ്രകാളി ക്ഷേത്രം കുടജാദ്രി മലമുകളിൽ കാണാം. ശങ്കരാചാര്യർ ഇരുന്നു ധ്യാനിച്ച സ്ഥലമാണ് കുടജാദ്രി മലകൾ. മലമുകളിൽ ശങ്കരാചാര്യരുടെ ശങ്കരപീഠം എന്നിവയും കാണാം. കുടജാദ്രി പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യസ്ഥലമാണ് സർവജ്ഞപീഠം അഥവാ ശങ്കരപീഠം. ആദിശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ച് ദേവീദർശനം ലഭിച്ചതും സർവജ്ഞാനം കൈവരിച്ചതും ഇവിടെ വെച്ചാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുടജാദ്രി യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.